പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസാന്ത്വനം ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യയായി ഉഷസ്സായി ഒന്നാം ദിവസം. ഉൽപ്പത്തി പുസ്തകം 13 അധ്യായം 14 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. അബ്രാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം കർത്താവ് അബ്രാമിനോട് പറഞ്ഞു, നീ തല ഉയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും എന്നേക്കുമായി ഞാൻ തരും. ഭൂമിയിലെ പൂഴി പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. പൂഴി ആർക്കെങ്കിലും എണ്ണിത്തീർക്കാമെങ്കിൽ നിന്റെ സന്തതികളെയും എണ്ണാനാവും. എഴുന്നേറ്റ് ഈ ഭൂമിക്ക് നെടുകയും കുറുകയും നടക്കുക, അത് നിനക്ക് ഞാൻ തരും. അബ്രാം തൻ്റെ കൂടാരം മാറ്റി ഹെബ്രോണിലുള്ള മാമ്രയുടെ ഓക്കുമരങ്ങൾക്ക് സമീപം താമസമാക്കി. അവിടെ അവൻ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹമുള്ളവരെ, വിശ്വാസികളുടെ പിതാവായ അബ്രാഹാമിനോട് ദൈവമായ കർത്താവ് അരുളി ചെയ്തു, നീ തല ഉയർത്തി നോക്കുക. അവൻ ദൈവം അരുളി ചെയ്തതുപോലെ പ്രവർത്തിച്ചു. അവൻ തല ഉയർത്തി നോക്കി. അവൻ കണ്ടതെല്ലാം അവൻ്റെതായി തീർന്നു. വിശ്വാസത്തോടെ അവൻ നോക്കി. ഭൂമിയിലെ പൂഴിമണൽ എണ്ണിത്തീർക്കാൻ നിനക്കാവുമോ എന്ന് ദൈവം ചോദിച്ചു. അവൻ തലയുയർത്തി നോക്കിയപ്പോൾ കണ്ടത് മണൽത്തരികളെയല്ല, മനുഷ്യരെയാണ്. അവിടെയാണ് വിശ്വാസം ജനിച്ചത്. വിശ്വാസത്തോടു കൂടിയാണ് അവൻ യാത്ര ചെയ്തത്. വിശ്വാസികളുടെ പിതാവായ അവൻ ഏകജാതനെ ബലിയർപ്പിക്കാൻ ദൈവം കൽപ്പിച്ചപ്പോൾ വിശ്വാസത്താൽ പ്രേരിതനായി അവൻ ആ പ്രവൃത്തി ചെയ്യാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു. അവൻ ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണാമെങ്കിൽ എണ്ണിക്കോ എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അവൻ മുകളിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് നക്ഷത്രങ്ങളെയല്ല, അവൻ കണ്ടത് വരാനിരിക്കുന്ന തലമുറയെ ആണ്. വിശ്വാസം ജനിക്കുന്നത് അവിടെ നിന്നാണ്. ദൈവം നമ്മളോട് കൽപ്പിക്കുന്നു, നീ തല ഉയർത്തി നോക്കുക. നീ വിശ്വാസത്തോടെ മുന്നോട്ട് യാത്ര ചെയ്യുക. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നാം മുന്നോട്ട് നീങ്ങുമ്പോൾ വിശ്വാസത്താൽ പ്രേരിതരായി നാം തല ഉയർത്തി നിൽക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവിന് ബലിപീഠം പണിത് വിശ്വാസത്തിൻ്റെ അഭിഷേകത്തിൽ നിന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ തിരുവചനം നമ്മളോട് ആവശ്യപ്പെടുന്നു. ആകയാൽ ദൈവത്തിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഈ വിശ്വാസത്തിൻ്റെ തീർത്ഥയാത്രയിൽ നമുക്ക് കരുത്തും ഭുജബലവും കരബലവുമായ തമ്പുരാൻ നമ്മെ നയിക്കട്ടെ എന്ന് നമുക്കിന്നേ ദിനം പ്രാർത്ഥിക്കാം. നമുക്കൊരുമിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം. കർത്താവായ ദൈവമേ, വിശ്വാസത്തിൻ്റെ പിതാവായ അബ്രഹാം അങ്ങിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും വിശ്വാസത്താൽ പ്രേരിതരായി പ്രാർത്ഥിക്കുവാനും ജീവിതയാത്രയിൽ മുന്നേറുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹസാന്ത്വനം ശുശ്രൂഷയിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം.